ഹലോ, വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഒരു സിമ്പിൾ ആൻഡ് ഈസി സൺഫ്ലവർ പൗച്ച് എങ്ങനെ ക്രോഷേ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഈ പൗച്ച് ചെയ്യുന്നതിനായിട്ട് 3 കളേഴ്സ് ഓഫ് യാൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 4 mm ക്രോഷേ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന യാണ് മിൽക്ക് കോട്ടൺ യാണാണ്. നിങ്ങൾക്ക് ഇത് ലേസ് യാണിൽ, അക്രിലിക് യാണിൽ എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന യാണിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഹുക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രോഷേ ദിസ് പ്രോജക്റ്റ്. ഫസ്റ്റ് ഒരു മാജിക് റിങ് ചെയ്യുക. മാജിക് റിങ്ങിലേക്ക് ചെയിൻ 2 ചെയ്യുന്നു. അതിനുശേഷം സെയിം മാജിക് റിങ്ങിലേക്ക് 16 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷയാണ്. ചെയിൻ 2 നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. അങ്ങനെ 16 ഡബിൾ ക്രോഷേസ് ആണ് ടോട്ടൽ ചെയ്യുന്നത്. ഓക്കെ, 16 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഈ ലൂപ്പ് മാജിക് റിങ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ, ചെയിൻ 2 അല്ല, ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യുന്ന റൗണ്ട്. മാജിക് റിങ് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 2 ചെയ്യുന്നു. ചെയിൻ 2 ചെയ്തതിന് ശേഷം ഈ സെയിം സ്റ്റിച്ചിലേക്ക് ഞാൻ ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഓക്കെ, എല്ലാ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷേസ് വീതമാണ് ചെയ്യുന്നത്. സോ ഈ സ്റ്റിച്ചിലേക്ക് ഞാൻ 2 ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഓരോ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷേസ് വീതം ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ എനിക്ക് ഈ റൗണ്ടിൽ 32 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലേക്കും 2 ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. ഞാനിവിടെ റൗണ്ട് 2ൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. എനിക്ക് ടോട്ടൽ 32 സ്റ്റിച്ചസ് ആണ് ഈ റൗണ്ടിലുള്ളത്. അതിനുശേഷം ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യുന്നത്. പിന്നീട് ഒരു ചെയിൻ 1 ചെയ്തതിന് ശേഷം നമ്മൾ ഈ യാണ് കട്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കളർ വെച്ചിട്ടാണ് അടുത്ത റൗണ്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സൺഫ്ലവർ ആണ് ചെയ്യുന്നത്. അതിന് യെല്ലോ കളർ യാണ് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഈ നമ്മൾ ഫിനിഷ് ചെയ്തതിൻ്റെ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എനിക്ക് ഈ 2 ടൈലൻറ്റും ഇതിനൊപ്പം തന്നെ വീവ് ചെയ്ത് പോകാനുള്ള സൗകര്യത്തിനാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഒരു ചെയിൻ 2 ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷേസ് ചെയ്യുന്നു. 1, ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. 2 and 3. അതിനുശേഷം നേരെ അടുത്ത സ്റ്റിച്ചിലേക്ക്, അടുത്ത സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. 1, 2 and 3. നമ്മളിപ്പോൾ ഇവിടെ 2 സ്റ്റിച്ചസിലുമായിട്ട് 6 ഡബിൾ ക്രോഷേസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഒരു പോപ്കോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഹുക്ക് ഈ ലൂപ്പിൽ നിന്ന് ഊരുന്നു. ഊരിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയിലേക്ക് ഹുക്ക് കയറ്റുന്നു. ഓക്കെ, ദെൻ ഈ ലാസ്റ്റ് ലൂപ്പും ഹുക്കിൽ കയറ്റുന്നു. ഓക്കെ, ദെൻ ഈ ലാസ്റ്റ് ലൂപ്പ് ഫസ്റ്റ് ലൂപ്പിലൂടെ കയറ്റുന്നു. നമ്മുടെ പോപ്കോൺ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. 2 സ്റ്റിച്ചസ് യൂസ് ചെയ്താണ് ഞാനിവിടെ ഒരു പോപ്കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പോപ്കോൺ സ്റ്റിച്ചിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ പോപ്കോൺ സ്റ്റിച്ച് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ അതിനുശേഷം ഇവിടെ ചെയിൻ 3 ചെയ്യുന്നു. 1, 2 and 3. ചെയിൻ 3 ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വീണ്ടും നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് എടുത്ത് നമ്മൾ വീണ്ടും അടുത്ത പെറ്റൽ ഉണ്ടാക്കുകയാണ്. 3 ഡബിൾ ക്രോഷേസ് ചെയ്യുന്നു. 1, 2 and 3.
ഓക്കെ 3 ഡബിൾ ക്രോഷേസ് ചെയ്യുന്നു. അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും 3 ഡബിൾ ക്രോഷേസ്. നമ്മളിവിടെ രണ്ട് സ്റ്റിച്ചസ് എടുത്താണ് ഒരു പെറ്റൽ ഉണ്ടാക്കുന്നത്. സോ ടോട്ടൽ എനിക്ക് ഉണ്ടാകുക 16 പെറ്റൽസ് ആയിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദിസ് റൗണ്ട്. ഓക്കെ, അതിനുശേഷം സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. പോപ്കോൺ സ്റ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് തന്നെ ഹുക്ക് ലൂപ്പിൽ നിന്ന് ഊരിയെടുക്കുന്നു. പോപ്കോണിൻ്റെ ബൾജ് ഈ രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക്, നമ്മളെ ഫേസ് ചെയ്യുന്ന സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് ഹുക്ക് കയറ്റുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷയിലാണ് ഹുക്ക് കയറ്റുന്നത്. അതിനുശേഷം ലാസ്റ്റ് ലൂപ്പും കയറ്റി ലാസ്റ്റ് ലൂപ്പ് ഫസ്റ്റ് ലൂപ്പിലൂടെ കയറ്റി ഇറക്കും. ഓക്കെ, വീണ്ടും ചെയിൻ 3 ആൻഡ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എല്ലാ രണ്ട് സ്റ്റിച്ചസ് യൂസ് ചെയ്ത് ഓരോ പോപ്കോൺ സ്റ്റിച്ച് വീതം ഉണ്ടാക്കുക. ഓക്കെ, ഫൈനലി 16th പോപ്കോൺ സ്റ്റിച്ചും ചെയ്ത് ചെയിൻ 3 ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് ചെയ്ത പോപ്കോൺ സ്റ്റിച്ചിൻ്റെ മിഡിലിലേക്കാണ് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ലീഫിൻ്റെ പാർട്ടാണ് ചെയ്യുന്നത് ഗ്രീൻ വെച്ചിട്ട്. ലീഫ് പാർട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ചെയിൻ 3 സ്പേസിലേക്ക് ഗ്രീൻ കളർ യാണ് ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നു. ശേഷം ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു ഈ സെയിം സ്പേസിലേക്ക്. അതിനുശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. എപ്പോഴും നിങ്ങൾക്ക് ഈ സിംഗിൾ ക്രോഷേ മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, സിംഗിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഈ സെയിം സ്പേസിലേക്കൊരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ട്രെബിൾ ഓർ ട്രിപ്പിൾ ക്രോഷേ ആണ് അടുത്തായിട്ട് ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഓവർ 2 ടൈം ചെയ്തതിന് ശേഷം ഒരു ട്രിപ്പിൾ ഓർ ട്രെബിൾ ക്രോഷേ ചെയ്യുക. വൺ മോർ ടൈം ട്രിപ്പിൾ ഓർ ട്രിപ്പിൾ ക്രോഷേ ഈ ചെയിൻ 3 സ്പേസിൽ തന്നെ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഒരു ട്രിപ്പിൾ ക്രോഷേ ഈ ഫ്ലവർ ചെയ്ത ഇവിടെയുള്ള ഈ സ്പേസ് ഫ്ലവറിൻ്റെ ബിറ്റ്വീനായിട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ആ പോപ്കോൺ സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ ഒരു ചെയിൻ 3 സ്പേസും ഫ്ലവറിൻ്റെ മിഡിലും വർക്ക് ചെയ്തു. നെക്സ്റ്റ് ചെയിൻ 3 സ്പേസും കൂടെ വർക്ക് ചെയ്ത് ടോട്ടലാണ് ഒരു ലീഫ് റെഡി ആവുന്നത്. ഓക്കെ, 2 സ്പേസാണ് ചെയിൻ 3 സ്പേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ നെക്സ്റ്റ് സ്പേസിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന 2 ട്രിപ്പിൾ ഓർ ട്രിപ്പിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. വൺ മോർ ടൈം ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. 2 ട്രിപ്പിൾ ക്രോഷേ, then a double crochet, then half double crochet, then a single crochet. ഓക്കെ, സോ നമ്മുടെ ഒരു ഫസ്റ്റ് ലീഫ് പെറ്റൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയും ചെയിൻ 1 ചെയ്ത് സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ദെൻ 2 ട്രിപ്പിൾ ക്രോഷേ, ദെൻ പോപ്കോൺ സ്റ്റിച്ചിൻ്റെ മിഡിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ, ദെൻ നെക്സ്റ്റ് ചെയിൻ 3 സ്പേസിൽ ഫസ്റ്റ് 2 ട്രിപ്പിൾ ക്രോഷേ, ദെൻ ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ ആൻഡ് സിംഗിൾ ക്രോഷേ. ഇത്രയും ചേർന്ന് വരുന്നതാണ് ഒരു ലീഫ് പെറ്റൽ. ഇങ്ങനെ എല്ലാ 2 ചെയിൻ 3 സ്പേസിലും വർക്ക് ചെയ്ത് നമുക്ക് ടോട്ടൽ 8 ലീഫ് പെറ്റൽസ് ആയിരിക്കും ഈ റൗണ്ടിൻ്റെ എൻഡിൽ ഉണ്ടാകുക. നമ്മൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ചെയിൻ 3 സ്പേസിലേക്ക് ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ ഡബിൾ ക്രോഷേ, ദെൻ 2 ട്രിപ്പിൾ ക്രോഷേ, ദെൻ പോപ്കോൺ സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ, ദെൻ അടുത്ത സ്റ്റിച്ചിൽ 2 ട്രിപ്പിൾ ക്രോഷേ, ദെൻ ഡബിൾ ക്രോഷേ, ദെൻ ഹാഫ് ഡബിൾ ക്രോഷേ ആൻഡ് സിംഗിൾ ക്രോഷേ. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് 8 സെറ്റ് ഓഫ് ലീവ്സ് ഉണ്ടാക്കുക. ലാസ്റ്റ് സ്പേസിലേക്ക് ഫൈനലി സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം
നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ നിന്ന് ചെയിൻ മാർക്കർ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ആ സിംഗിൾ ക്രോഷ്യയിലേക്ക് വന്നിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ശേഷം ഒരു ചെയിൻ 30 ആണ് ചെയ്യുന്നത്. ചെയിൻ 30 ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫൈനലി ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത ആ ബേസ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് നിർത്തുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. ദെൻ ചെയിൻ 1 ആൻഡ് കട്ട്. ഓക്കെ, അതിനുശേഷം ഈ എൻഡെല്ലാം വീവ് ചെയ്യുക. സെയിം പാറ്റേണിൽ ഒരു പാനലും കൂടെ ചെയ്തെടുക്കുക. ഉള്ളി തിങ്ങ ഇവിടെ 7 ചെയിൻസ് ആണ് ചെയ്തിരിക്കുന്നത്. മറ്റേ നമ്മൾ 30 ചെയിൻസ് ആയിരുന്നു ചെയ്തൊരു ലൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ 7 ചെയിൻസിൻ്റെ ലൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ബാക്കിലുള്ള ത്രെഡ്സ് എല്ലാം തന്നെ വീവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ 2 പാനൽസും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഓപ്പണിംഗ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സ്പേസ് വിടണം. ഇപ്പോൾ ഞാനിവിടെ 2 ലീഫ് പെറ്റലിൻ്റെ സ്പേസാണ് ബോത്ത് സൈഡിൽ ഒരേപോലെ പിടിച്ചതിന് ശേഷം 2 ലീഫ് പെറ്റലിൻ്റെ സ്പേസാണ് വിടുന്നത്. ഓക്കെ, ഒരു ത്രെഡും നീഡിലും കൂടെ എടുക്കുക. ഞാനിവിടെ ഫ്രണ്ടിൽ ജോയിൻ ചെയ്യുന്ന പാനലിൻ്റെ 2nd ലീഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇനീഷ്യലി ഒരു നോട്ട് ഇട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് 2 കൂടെ വീവ് ചെയ്യാം. നോട്ടിട്ട് സെക്യൂർ ചെയ്തു. സെക്യൂർ ചെയ്തതിന് ശേഷം എല്ലാം ഒരേപോലെ പിടിക്കുക. ഓക്കെ, പിടിച്ചതിന് ശേഷം നമ്മൾ ബാക്ക് ലൂപ്സ് തമ്മിലാണ് ചേർത്ത് പോകുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ ബാക്ക് ലൂപ്പും ബാക്ക് സൈഡിലുള്ള സിംഗിൾ ക്രോഷ്യയുടെ ബാക്ക് ലൂപ്പും കൂടെയാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നിടത്ത് കുറച്ച് കൂടുതൽ സ്റ്റിച്ചസ് ഇട്ടിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യുക. അതുപോലെ ഫൈനലി ഫിനിഷ് ചെയ്യുമ്പോഴും ആ ഫിനിഷിങ് എൻഡിലും നല്ലപോലെ സെക്യൂർ ചെയ്യേണ്ടതാണ്. ബാക്ക് ലൂപ്സിൽ തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫൈനലി ഞാൻ എൻ്റെ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്കും കുറച്ച് കൂടുതൽ സ്റ്റിച്ചസ് ഇട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എത്രയാണ് സ്പേസ് വേണ്ടത് പർപ്പസ് അനുസരിച്ച്, സപ്പോസ് നിങ്ങൾ ഇയർഫോൺ ഹോൾഡറായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇയർഫോൺ ഇട്ട് നോക്കി അതിൻ്റെ സൈസ് ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ക്ലോസിങ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എത്ര സൈസ് വേണമെന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റിച്ചസിലേക്ക് 2-3 തവണ ചെയ്ത് നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട് തന്നെ സെക്യൂർ ചെയ്യുക. കാരണം നമ്മൾ ഈ ഭാഗത്തായിരിക്കും കൂടുതൽ ടൈം ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ വിട്ടുപോകാനുള്ള ചാൻസസ് ഹൈ ആണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ സ്റ്റിച്ചസ് ഇട്ട് സെക്യൂർ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ഫൈനലി സെക്യൂർ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഒരു നോട്ട് ഇട്ടതിന് ശേഷം വീവ് ചെയ്ത് എൻഡ് ചെയ്യുക. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് സൺഫ്ലവർ പൗച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. ഇത് നിങ്ങൾക്ക് ലെഫ്റ്റ് ഓവർ യാൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്രോജക്റ്റാണ്. ഏത് ബിഗിനറിനും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി പ്രോജക്റ്റാണിത്.
ആൻഡ് ഓൾസോ ഇത് നിങ്ങൾക്ക് വിതിൻ 1 hour ഫിനിഷ് ചെയ്യാവുന്നതാണ്. രണ്ട് സൈഡിലും സൺഫ്ലവർ പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെ ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഹാങ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഹാങ്ങിങ് പാർട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഹാങ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെന്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ബിഗർ ഹാങ്ങിങ് പാർട്ടിന് 30 ചെയിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെന്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. Hope you all like this video. Please do like, share and subscribe. Thank you.